ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 59. വൽ ജർഹു മുഖദ്ദമുൻ അല തഅദീലി. തഅദീലിനേക്കാൾ റാവിയുടെ ജർഹിനെയാണ് മുന്തിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു റാവിയിൽ ജർഹുണ്ടെങ്കിൽ, റാവിയെക്കുറിച്ച് ജർഹ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും? മുന്തിക്കപ്പെടും. അത്ലഖ, അങ്ങനെ ജർഹിനെ മുന്തിക്കുമെന്നതിനെ ഇത്ലാഖം പറഞ്ഞു ജമാഅത്തുൻ, ഉസൂലിയങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം എന്താണ്? അത് മുത്ലഖൻ ജർഹിനെ മുന്തിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. എന്നാൽ വലാക്കിന്ന മഹല്ലഹു, അങ്ങനെ ജർഹിനെ മുന്തിക്കുന്നതിൻ്റെ മഹല്ല് ഇൻ സദറ, ആ ജർഹ് ഉണ്ടായാലാണ്. എങ്ങനെ ഉണ്ടായി? മുബയ്യനൻ, വ്യക്തമാക്കപ്പെട്ടതായ നിലയിൽ. ആരിൽ നിന്ന്? മിൻ ആരിഫിൻ ബി അസ്ബാബിഹി, ആ ജർഹിന്റെ കാരണങ്ങൾ കൊണ്ട് അറിയുന്ന ആളിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയതായ നിലയിൽ, വ്യക്തമാക്കപ്പെട്ടതായ നിലയിലാണ് എങ്കിൽ. മുബഹമായ നിലയിലുള്ള ജർഹ് പറച്ചിലല്ല, വ്യക്തമായിട്ട് അദ്ദേഹം ഒന്നെങ്കിൽ സയ്യിൽ ഹിഫ്ളാണെന്നോ അല്ലെങ്കിൽ മുത്തഹിമും ബിൽ കദിബാണെന്നോ ഒക്കെ വ്യക്തമാക്കി പറഞ്ഞ ജർഹാണെങ്കിൽ അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ആ ജർഹിനെ തഅദീലിനേക്കാളും മുന്തിക്കപ്പെടുന്നത്. കാരണം അന്നഹു ഇൻകാന ഗൈറ മുഫസ്സിറിൻ, അങ്ങനെ വ്യക്തമാക്കപ്പെടാത്തതായ ജർഹാണ് എങ്കിൽ ലം യഖ്ദഹ്, അത് ഐബാകുകയില്ല. ഫീമൻ സബത്തത്ത് അദാലത്തുഹു, അദാലത്ത് സ്ഥിരപ്പെട്ട ഒരാളിൽ ആ മുബഹമായ ജർഹ് എന്താക്കൂല? ഐബാക്കൂല. ഫൽ അദാലത്തു സ്ഥാപിത്തത്തു ലാ തർത്തഫിയു ബിൽ ജർഹിൽ മുബഹമി എന്ന, സ്ഥാപിത്തായ അദാലത്ത് മുബഹമായ ജർഹ് കൊണ്ട് ഉയർന്നു പോകില്ല. പിന്നെ വഇൻ സദറ മിൻ ഗൈരി ആരിഫിൻ ബിൽ അസ്ബാബി, ഇനി അസ്ബാബ് കൊണ്ട് അറിയാത്ത ഒരാളിൽ നിന്നാണ് ഈ ജർഹ് ഉണ്ടായത് എങ്കിൽ ലം യുഅ്തബർ ബിഹി, അതിനെയും അതുകൊണ്ടും പരിഗണിക്കപ്പെടുകയില്ല. ഐലൻ, വീണ്ടും അതും പരിഗണിക്കപ്പെടില്ല. ഇനി ഫഇൻ ഖലൽ മജ്റൂഹു, ഇനി ഈ ജർഹ് ചെയ്യപ്പെട്ട വ്യക്തി, ഈ മുജ്മലായ ജർഹ് കൊണ്ട് ജർഹ് ചെയ്യപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ ഈ ജർഹിന്റെ സ്വതത്തിലുള്ള ഈ മജ്റൂഹ്, അദ്ദേഹം എന്ത് ചെയ്തു? ഒഴിവായി. എന്തിനെ തൊട്ട് ഒഴിവായി? അനി തഅദീലി, തഅദീലിനെ തൊട്ട് ഒഴിവായി. വേറെ നിസ്കൈ മിൻ തഅദീലിനുണ്ട്, അല്ല അൻ തഅദീലിനുണ്ട്. അതായത് തഅദീലിനെ തൊട്ട് ഒഴിവായി. ഒരു നിലക്കുള്ള അതിലും അയാളിൽ കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആണെങ്കിൽ ഖുബിലൽ ജർഹു ഫീഹി, അയാളിൽ ആ ജർഹ് സ്വീകരിക്കപ്പെടുന്നതാണ് മുജ്മലൻ, മുജ്മലായ നിലയ്ക്കുള്ള ജർഹ്. വൈറ മുബയ്യനി സബബി, സബബിന് വ്യക്തമാക്കപ്പെടാത്തതായ പിന്നെ ജർഹ്, അതാ മുജ്മൽ എന്ന് പറഞ്ഞു. അപ്പോൾ സബബ് വ്യക്തമാക്കാത്ത മുജ്മലൻ നിലക്കുള്ള ജർഹ് അയാൾ സ്വീകരിക്കപ്പെടും. അത് സ്വീകരിക്കപ്പെടുന്ന എപ്പോഴാണ്? ഇതാ സദറ മിൻ ആരിഫിൻ, അത് ആരിഫിൽ നിന്നാണ്, അസ്ബാബുകളെ കൊണ്ട് അറിയുന്ന ആളിൽ നിന്നാണ് ഈ ജർഹ് ഉണ്ടായതെങ്കിൽ അത് സ്വീകരിക്കും. അയാളിൽ മറ്റ് തഅദീലുകളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ. അലൽ മുഖ്താരി, മുഖ്താർ പ്രകാരം, മുഖ്താറായ അഭിപ്രായം അനുസരിച്ച് ആ മുജ്മലായ ജർഹിനെ അയാൾ സ്വീകരിക്കപ്പെടുമെന്ന. കാരണം അന്നഹു, കാര്യം ഇദാലം യകുൻ ഫീ തഅദീലുൻ, അയാളിൽ ഒരു തഅദീലും ഉണ്ടായിട്ടില്ല എങ്കിൽ, ഒരു നിലക്കുള്ള ഫിഖത്തും അതിലും അദാലത്തും ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ ഫഹുവ, അപ്പോൾ ആ റാവി ഫീ ഹയ്യിസിൽ മജ്ഹൂലി, അദ്ദേഹം മജ്ഹൂലിന്റെ മക്കാനിലാണ്. ഏത് നിലയിൽ? ഇമാലു ഖൗലിൽ മുജാരിഹി, മുജാരിഹിന്റെ ഖൗലിനെ അമലി ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഔല മിൻ ഇഹ്മാലിഹി, അതിനെ ഒഴിവാക്കുന്നതിനേക്കാൾ ഔലയാണ്. അപ്പോൾ ഇവിടെ മുജാരിഹ് എന്ത് ചെയ്തിട്ടുണ്ട്? അയാളെ കുറിച്ച് മുജ്മലായ നിലയ്ക്ക് പിന്നെ ജർഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളിലൊന്നും തഅദീലുകളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ, അപ്പോൾ ഈ മുജാരിഹിന്റെ ഖൗലിനെ അമലി ചെയ്യിപ്പിക്കലാണ് അതിനെ ഒഴിവാക്കുന്നതിനേക്കാൾ, മുഹ്മലാക്കുന്നതിനേക്കാളും ഔല. എന്നാൽ മാല ഇബ്നു സലാഹ് റഹ്മഹുല്ലാ ചാഞ്ഞു ഫീ മിസ്ലി ഹാദ, ഇതുപോലെയുള്ളതിൽ,
അത് ഇങ്ങനെ മുജ്മലായ ജറഹ് പറയുകയും ആ മജ്റൂഹ് തഅദീലിനെ തൊട്ട് ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്ന രൂപങ്ങളിൽ ഇല തവഖുഫി, ആ തവഖുഫിലേക്കാണ് ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ് നീങ്ങിയിട്ടുള്ളത്. അതായത് അതിനെക്കുറിച്ച് സ്വീകരിക്കുന്നോ സ്വീകരിക്കില്ല എന്നോ പറയാൻ പറ്റില്ല എന്ന നിലയ്ക്ക്. ഫസുലുൻ വമിനൽ മുഹിമ്മി ഫി ഹാദൽ ഫന്നി, ഈ ഫന്നിൽ മുഖ്യമായ വിഷയത്തിൽപ്പെട്ടതാണ് മഅരിഫത്തു കുനൽ മുസമ്മീന, പേര് പറയപ്പെട്ട റാവികളുടെ കുഞ്ഞത്തലമുകളെ അറിയൽ. അബു ഒക്കെ ചേർത്തിട്ട് പറയുന്ന കുഞ്ഞത്തലമുകളെ അറിയുക. ആ മുസമ്മീങ്ങൾ ആരാൽ? മിമ്മൻ ഒരുത്തരാൽ ഇഷ്തുഹിറ ബിസ്മിഹി, അദ്ദേഹത്തിന്റെ പേര് കൊണ്ട്, ഇഷ്തഹറ ബിസ്മിഹി, അദ്ദേഹത്തിന്റെ പേര് കൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം പ്രസിദ്ധനായി. ഏത് വലഹു കുഞ്ഞത്തുന്ന, അദ്ദേഹത്തിന് കുഞ്ഞത്തുമുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകളുടെ കുഞ്ഞത്തലമുകളെ അറിയണം. എങ്ങനത്തെ കുഞ്ഞത്ത്? ലാ യുഅ്മനു, നിർഭയമാക്കപ്പെടുകയില്ല. യഅ്തിയ ഫി ബഅദി റിവായാത്തി, ചില റിവായത്തുകളിൽ വരൽ മക്കിനിയൻ, കുഞ്ഞത്താക്കിയതായ നിലയിൽ, അങ്ങനെ കുഞ്ഞത്ത് കൊണ്ട് പറഞ്ഞ് ചില റിവായത്തുകളിൽ വരുന്നത് നിർഭയമല്ല. അപ്പൊ അതുകൊണ്ട് അതറിയണം. എന്തിനു വേണ്ടി? അല്ലാ യുവന്ന അന്നഹു ആഖറു, ആ കുഞ്ഞത്തായി പറയപ്പെട്ട റാവി വേറൊരാളാണ്, മറ്റൊരാളാണെന്ന് ഭാവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞത്തും ഇസ്മും ഒക്കെ അറിയണം. അതുപോലെ മാരിഫത്തു അസ്മാഇൽ മുകന്നീന, കുഞ്ഞത്ത് കൊണ്ട് മഷ്ഹൂറായ ആളുകളുടെ പേരുകളും അറിയണം. ഓഹു അക്സുല്ലദീ ഖബലഹു, മുമ്പ് പറഞ്ഞതിന്റെ നേരെ അക്സ്. നേരത്തെ പറഞ്ഞ പേര് കൊണ്ട് മഷ്ഹൂറായവരുടെ കുഞ്ഞത്ത് അറിയുക, അതിന്റെ അക്സ് കുഞ്ഞത്ത് കൊണ്ട് മഷ്ഹൂറായവരുടെ പേരുകൾ അറിയുക. അതുപോലെ മാരിഫത്തു മൻ ഇസ്മുഹു കുഞ്ഞത്തുഹു, ഒരാളുടെ പേര് അദ്ദേഹത്തിന്റെ കുഞ്ഞത്ത് തന്നെയാണ്. അപ്പം പേരും കുഞ്ഞത്തും ഒന്നായ ആളുകളെയും അറിയാം. ബഹും കലീലും, അങ്ങനെ അത് വളരെ കുറവാണ്. പേരും കുഞ്ഞത്തും കൂടി ഒന്നായിട്ട് വരിക എന്നുള്ളത് കലീലാണ്. അതും അറിയണം. അതുപോലെ മാരിഫത്തു മനുഖ്തുലിഫ ഫി കുഞ്ഞത്തിഹി, അതുപോലെ തന്നെ ആ റാവിയുടെ കുഞ്ഞത്തിൽ ഇഖ്തിലാഫാക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുഞ്ഞത്ത് എന്താണ്, ഇബ്നു സൈദ് എന്നാണോ, അബൂ സൈദ് എന്നാണോ, അതല്ല അബൂ മുഹമ്മദ് എന്നാണോ, അല്ല അബൂ ഖാരിജത്ത് എന്നാണോ, ഇങ്ങനെ ഇഖ്തിലാഫാക്കപ്പെട്ട റാവികളുണ്ട്. അപ്പോ അതറിയണം. പിന്നെ അതുപോലെ തന്നെ വഹുവ കസീറുൻ, അങ്ങനെ കുനിയത്ത് ഇഖ്തിലാഫാക്കപ്പെട്ട റാവികൾ ധാരാളമുണ്ട്. വ മാരിഫത്തു മൻ കസുറത്തു കുനാഹു, അതുപോലെ തന്നെ കുഞ്ഞത്തുകൾ അധികമുള്ള റാവിമാരെ അറിയണം. ഏതുപോലെ കബിന് ജുറൈദിൻ, ഇബ്നു ജുറൈർ റഹിമഹുല്ലാഹി പോലെ, ലഹു കുനിയത്താനി, അദ്ദേഹത്തിന് 2 കുഞ്ഞത്തുണ്ട്. അബുൽ വലീദ് വ അബൂ ഖാലിദ് എന്ന 2 കുഞ്ഞത്തുണ്ട്. അപ്പൊ അങ്ങനെ കുഞ്ഞത്ത് അധികരിച്ചവരെ അറിയണം. ഔ കസറത്തു നുഊതുഹു, അല്ലെങ്കിൽ ആ റാവികളുടെ വിശേഷണങ്ങൾ, നഅത്തുകൾ അധികരിച്ചു. ഔ അൽഖാബുഹു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലഖബലമുകൾ, മതുകൊണ്ട് ദമ്മുകൊണ്ടൊക്കെ പറയുന്ന ലഖബലമ്, അതും അധികരിച്ചവരെ അറിയണം. അതുപോലെ തന്നെ മാരിഫത്തു മൻ വാഫഖത്തു കുഞ്ഞത്തുഹു, ഒരു റാവിയുടെ കുഞ്ഞത്ത് യോജിച്ച് ഇസ്മ അബീഹി, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിനോട് യോജിച്ചു. പിതാവിന്റെ പേരിനോട് യോജിക്കുക എന്ന് പറഞ്ഞാൽ ഈ മുവാഫഖത്ത് എന്ന് പറഞ്ഞാൽ മുവാഫഖത്തു ജുസുഇൽ ആഖിരി മിനൽ കുഞ്ഞത്തി ഇസ്മൽ അബി, ഈ റാവിയുടെ കുഞ്ഞത്തലമിന്റെ അവസാനത്തെ ജുസ് വാപ്പയുടെ പേരിനോട് യോജിക്കുക എന്ന്. അപ്പൊ ഏതെങ്കിലും ജുസ് യോജിക്കുക. അതിന് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഏതുപോലെ കബി ഇസ്ഹാഖ് ഇബ്രാഹിം ഇബ്നു ഇസ്ഹാഖിൽ മദനി. അപ്പൊ അബി ഇസ്ഹാഖ് ഇബ്രാഹിം, ഇബ്രാഹിം എന്ന അബി ഇസ്ഹാഖ്, ഇബ്രാഹിം എന്നവരുടെ കുഞ്ഞത്തലമാണ് അബി ഇസ്ഹാഖ്. അപ്പൊ ഈ അബി ഇസ്ഹാഖ് എന്ന കുഞ്ഞത്തലം എന്ത് ചെയ്തു? വാപ്പയുടെ പേര് ഇസ്ഹാഖ് എന്നാണ്, ഇബ്നു ഇസ്ഹാഖ്. അതാ ആ ഇസ്ഹാഖ് എന്ന ഇതിനോട് എന്ത് ചെയ്ത് യോജിച്ചു. അൽ മദനി അഹദി അത്ബാഇ താബീന, ഈ ഇസ്ഹാഖ് അൽ മദനി എന്ന ഒരു താബീങ്ങളിൽ ഒരാളാണ്.
വഫായിദത്തു മഅരിഫത്തിഹി, ഇങ്ങനെ ഈ കുനിയത്തും വാപ്പയുടെ ഇസ്മും യോജിച്ചത് അതൊക്കെ അറിയുക എന്നത് അതിന്റെ ഫായിദ നഫീൽ ഖലത്തി, പിഴവിനെ ഇല്ലാതെയാക്കുക എന്നതാ. ആരെ തൊട്ട്? അമ്മൻ, ഒരാളെ തൊട്ട്. നസബഹു ഇല അബീഹി, അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വാപ്പയിലേക്ക് നിസ്ബ ചെയ്തു. അപ്പം വാപ്പയിലേക്ക് നിസ്ബ ചെയ്ത ഒരാള് എന്നിട്ട് ഇപ്പൊ കാല പറഞ്ഞു, അഖ്ബറന, അന എന്ന് പറഞ്ഞ അഖ്ബറന ഇബ്നു ഇസ്ഹാഖ്. അപ്പൊ ഇപ്പൊ നുസ്ബയിലെ തസ്ഹീഫി, അപ്പം എന്ത് ചെയ്തു? തസ്ഹീഫിലേക്ക് ഇവിടെ എന്ത് ചെയ്തു? പിന്നെ പിഴവ് സംഭവിച്ചു, അതിലേക്ക് ചേർക്കപ്പെട്ടു. കാരണം പറയേണ്ടത് എന്നിലും അന്ന സവാബ്, അവിടെ സവാബ് അഖ്ബർന അബു ഇസ്ഹാഖ്. കാരണം വാപ്പയിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ അബു ഇസ്ഹാഖ് എന്നാണ് പറയേണ്ടത്. ഇബ്നു ഇസ്ഹാഖ് എന്ന് പറഞ്ഞത് എന്തായി? അപ്പോൾ വലത്തായി. അപ്പൊ ഇങ്ങനെ വലത്ത് ഉണ്ടാകും. അപ്പൊ ആ വലത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേരും കുഞ്ഞത്തും ഒക്കെ അറിയണം എന്ന് പറഞ്ഞത്. പിന്നെ ഔബിൽ അക്സി, ആ മത്തനിലേക്ക് വാഫക്കത്ത് കുഞ്ഞത്തുഹു ഇസ്മ അബിഹി എന്ന് പറഞ്ഞത് അവിടേക്ക് ഔബിൽ അക്സി, അല്ലെങ്കിൽ അക്സ് കൊണ്ട്. അക്സ് കൊണ്ട് എന്ന് പറഞ്ഞാല് പിന്നെ ഈ റാവിയുടെ പേരെന്ത് ചെയ്തു? വാപ്പയുടെ കുഞ്ഞത്തിനോട് യോജിച്ചു. ഇത് നേരത്തെ പറഞ്ഞത് റാവിയുടെ കുഞ്ഞത്ത് വാപ്പയുടെ പേരിനോട് യോജിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി റാവിയുടെ പേര് വാപ്പയുടെ കുഞ്ഞത്തിനോട് യോജിക്കാം. അങ്ങനെ വന്നാൽ ഏതുപോലെയൊക്കെ ഇസ്ഹാഖ് ബിൻ അബി ഇസ്ഹാഖ് സബീഇ, ഇസ്ഹാഖ് ബിൻ അബി ഇസ്ഹാഖ്. ഇവിടെ ഇസ്ഹാഖ് എന്ന റാവിയുടെ പേര് വാപ്പയുടെ കുഞ്ഞത്താകുന്ന അബി ഇസ്ഹാഖ്, ആ ഇസ്ഹാഖ് എന്നതിനോട് യോജിച്ചു. അപ്പൊ ഇങ്ങനെ വരുന്നതും അറിയണം. പിന്നെ ഔ വാഫക്കത്ത് കുനിയത്തുഹു, അല്ലെങ്കിൽ ഈ റാവിയുടെ കുനിയത്ത് യോജിച്ചു കുനിയത്ത സൗജത്തിഹി, അദ്ദേഹത്തിന്റെ സൗജത്തിന്റെ കുനിയത്തിനോട് യോജിച്ചു. ഏതുപോലെയൊക്കെ അബി അയ്യൂബിൽ അൻസാരി വ ഉമ്മി അയ്യൂബി അൻസാരി, ഉമ്മ അയ്യൂബ്. അവിടെ സൗജത്തിന്റെ കുനിയത്ത് ഉമ്മ അയ്യൂബ് എന്നാണ്. ഇവിടെ അബു അയ്യൂബ് അൻസാരിയുടെ കുനിയത്ത് അബു അയ്യൂബ് എന്നാണ്. അപ്പൊ രണ്ടും എന്ത് ചെയ്തു? ഭാര്യയുടെ കുഞ്ഞത്തിനോട് ഇദ്ദേഹത്തിന്റെ കുഞ്ഞത്ത് യോജിച്ചു. സഹാബിയാനി മഷൂറാനി, രണ്ടുപേരും എന്താണ്? മഷൂറായ സഹാബത്താണ്. പിന്നെ ഔ വാഫക ഇസ്മു ഷെയ്ഖിഹി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഷെയ്ഖിന്റെ പേര് യോജിച്ചു ഇസ്മ അബിഹി, അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേരിനോട് യോജിച്ചു. ഏതുപോലെ റബീഇ ബിൻ അനസ് അൻ അനസിൻ ഉണ്ട്, റബീഇ ബിൻ അനസിൻ അൻ അനസിൻ എന്നത്. അപ്പൊ ഇവിടെ റബീ എന്നവരുടെ വാപ്പാണ് അനസ്, അദ്ദേഹത്തിന്റെ ഷെയ്ഖിന്റെ പേരും അനസ് എന്ന്. അപ്പോ ഷെയ്ഖിന്റെ പേര് വാപ്പയുടെ പേരിനോട് യോജിച്ചു. ഇങ്ങനെ വരും. ആക്കഥ ഏത്തി റിവായാത്തി, ഇങ്ങനെ റിവായാത്തുകളിൽ വരും. ഫയുവന്നു, അപ്പം ഭാവിക്കപ്പെടും അന്നഹു, അദ്ദേഹം യർവി അൻ അബീഹി, റബീഇ അനസിൻ അൻ അനസിൻ എന്ന് പറയുമ്പോ ഈ സ്വന്തം വാപ്പയെ തൊട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഭാവിക്കപ്പെടും. കമാ വക്കാഫി സഹീഹി, സഹീഹിൽ അങ്ങനെ സംഭവിച്ച പോലെ അൻ ആമിർ ബിൻ സഅദിൻ അൻ സഅദിൻ എന്ന്. അപ്പൊ വഹുവ, ഈ സഅദ് എന്നവര് അബൂഹു, പിന്നെ ഈ ആമിർ ബിൻ സഅദ് എന്നവരുടെ, ആമിർ എന്നവരുടെ വാപ്പ തന്നെയാണ്. അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ലൈസ അനസുൻ, എന്നാൽ ഇവിടെ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ഈ അനസ് എന്നവർ അല്ല, ഷെയ്ഖ് റബീഇ, റബീ എന്നവരുടെ ഷെയ്ഖാകുന്ന അനസ് ഉണ്ടല്ലോ, റബീഇ ബിൻ അനസിൻ അൻ അനസിൻ എന്ന് പറഞ്ഞെടുത്ത ആ റബീ എന്നവരുടെ ഷെയ്ഖാകുന്ന അനസ് അല്ല, എന്തല്ല? വാലിദഹു, ഈ റബീ എന്നവരുടെ വാലിദല്ല. ആ പറഞ്ഞ റബീഇ ബിൻ അനസിൻ അൻ അനസിൻ എന്നിട്ട് വാലിദല്ല. നേരെ പറഞ്ഞ് സഹീഹിൽ വന്ന ആമിർ ബിൻ സഅദിൻ അൻ സഅദിൻ എന്ന് പറഞ്ഞത് ആമിർ എന്നവരുടെ വാപ്പ തന്നെയാണ് ആ സഅദ്.
ഇവിടെ എന്തല്ല വാലിദല്ല ബൽ മറിച്ച് അബൂഹു. ഇപ്പൊ റബീ എന്നവരുടെ ഷെയ്ഖായ അനസ് അല്ല, ആരല്ല, വാലിദഹു, പിന്നെ ഈ റബീ എന്നവരുടെ റബീ എന്നവരുടെ വാപ്പയല്ല, ബൽ അബൂഹു. ആരുടെ വാപ്പയാണ്? ഈ പിന്നെ ബൽ അബൂഹു മറിച്ച് ഈ റബീ ഇബ്നു അനസ് എന്ന് പറഞ്ഞ പിന്നെ ആ അനസ് ആരാണ്? അതായത് പിന്നെ അനസ് എന്നവരുടെ വാപ്പ ബക്കരിയുൻ, അദ്ദേഹം എന്താണ്? ബക്കരിയാണ്. ബക്കർ ബിൻ ബാഇൽ എന്നവരിലേക്ക് നിശ്ചയിക്കപ്പെട്ട ബക്കരി എന്നവരാണ്. ഷെയ്ഖുഹു, അദ്ദേഹത്തിന്റെ റബി എന്നവരുടെ വാപ്പയുടെ അല്ല, പിന്നെ റബി എന്നവരുടെ ഷെയ്ഖ് ആകുന്ന അനസ്, അദ്ദേഹം അൻസാരിയുൻ, അദ്ദേഹം അൻസാരിയുമാണ്. അതായത് വഹുവ അൻസാരി എന്ന് പറഞ്ഞാൽ അനസ് ബിൻ മാലിക് സഹാബി, തങ്ങളുടെ ഖാദിമാകുന്ന അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പൊ ആ അനസും റബി എന്നവരുടെ വാപ്പയാകുന്ന അനസും രണ്ടും രണ്ടാണെന്ന് അർത്ഥം. സഹാബി മശൂർ. വലൈസ റബീഉൽ മദ്കൂറു, ഈ പറയപ്പെട്ട റബീ അല്ല, മിൻ ഔലാദിഹി, ആരുടെ മക്കളിൽപ്പെട്ട അല്ല? ഈ മശൂറായ സ്വഹാബിയായ അനസ് എന്നവരുടെ മക്കളിൽപ്പെട്ട ആരല്ല, മറിച്ച് പിന്നെ ബക്കരിയായ ബക്കർ ബിൻ ബാഇൽ എന്നവരിലേക്ക് ചെയ്യപ്പെട്ട അവരിൽ ഇതിലുള്ള അനസാണ്. പിന്നെ ഇനി വമഅരിഫത്തു മൻ നുസിബ ഇലാ ഗൈരി അബീഹി, വാപ്പ അല്ലാത്തവരിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ടവരെയും അറിയണം. ഏതുപോലെ? കൽ മിഖ്ദാദ് ബിനിൽ അസ്വദ് എന്നവരെ പോലെ. നുസിബ ഇലൽ അസ്വദി സുഹരി, അസ്വദ് സുഹരി എന്നവരിലേക്കാണ് ഈ മിഖ്ദാദ് എന്നവരെ നിസ്ബ ചെയ്തത്. കാണലി അന്നഹു തബന്നഹു, ഈ അസ്വദ് സുഹരി എന്നവരെ ഈ പിന്നെ മിഖ്ദാദ് എന്നവരെ പോറ്റുമകനാക്കി വളർത്തിയ ആളാണ്. വൈന്നമാ ഹുവൽ മിഖ്ദാദ് ബിൻ അമ്ർ, ഈ മിഖ്ദാദ് എന്നവരുടെ വാപ്പ അമ്ർ എന്ന ആളാണ്. അപ്പോൾ പിന്നെ വാപ്പ അല്ലാത്തവരിലേക്ക് നിസ്ബ ചെയ്തിട്ട് ഇങ്ങനെ പറയലുണ്ട്. അപ്പോൾ അതും അറിയണം. പിന്നെ ഔ നുസിബ ഇല ഉമ്മിഹി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റാവിയുടെ ഉമ്മയിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ട റാവികളെ അറിയണം. ഏതുപോലെ? കബിന് ഉലയ്യ, ഇബിന് ഉലയ്യ എന്ന് പറയും പോലെ. വഹുവ, ഈ ഇബിന് ഉലയ്യ ഇസ്മായിൽ ബിൻ ഇബ്രാഹിമിന് മിഖ്സം അഹദു സിഖാത്തി, സിഖാത്തുകളിൽ ഒരാളായ പിന്നെ ഇസ്മായിൽ ബിൻ ഇബ്രാഹിമിന് മിഖ്സം എന്നവരാണ്. അപ്പൊ അവരെയാണ് എന്ത് ചെയ്തത്? ഉമ്മയിലേക്ക് നിസ്ബ ചെയ്തിട്ട് പറഞ്ഞു. ഉലയ്യ എന്നുള്ളത് ഇസ്മു ഉമ്മിഹി, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേരാണ്. ഇസ്തഹറ ബിഹ, ആ ഉമ്മയുടെ പേരുകൊണ്ടാണ് അദ്ദേഹം പ്രസിദ്ധനായ. വഖാന ലാ യുഹിബ്ബു അൻ യുഖാല ലഹു ഇബ്നു ഉലയ്യ, അദ്ദേഹത്തിന് ഇബ്നു ഉലയ്യ എന്ന് പറയപ്പെടുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. വലിഹാദ, ഇക്കാരണം കൊണ്ടാണ് കാന യഖൂലു ഷാഫിയു റഹ്മഹുല്ലാ, ഇമാം ഷാഫി റഹ്മഹുല്ലാ പറയുമായിരുന്നു. എന്താ പറയുന്നത്? അഖ്ബർന ഇസ്മാഈലുല്ലദീ യുഖാലു ലഹു ഇബ്നു ഉലയ്യ എന്ന് പറയുമായിരുന്നു. കാരണം ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം എന്നവരാണല്ലോ ഈ ഇബ്നു ഉലയ്യ എന്ന് പറയുന്നത്. അപ്പം ഈ ഷാഫി ഇമാം എന്ത് ചെയ്ത്, അങ്ങനെ ഇദ്ദേഹത്തിന് അങ്ങനെ പറയുന്ന ഇഷ്ടമല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യും? അഖ്ബർന ഇസ്മായിലു എന്ന് പറഞ്ഞിട്ട് അല്ലദീ യുഖാലു ലഹു ഇബ്നു ഉലയ്യ എന്ന് പരിചയപ്പെടുത്തി പറയുമായിരുന്നു. ഇനി ഔ നുസിബ